എല്ലാ ട്വിസ്റ്റുകൾക്കും ഒടുവിൽ തലസ്ഥാനം വി രാജേഷിന്റെ കയ്യിലായിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ചരിത്ര വിജയത്തിന് ശേഷം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് ആ കസേരയിൽ ഇരുന്ന നഗരപിതാവായി ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ പരാതി, ആ കന്നി പരാതി മറ്റാർക്കും എതിരെയല്ല, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ. നഗരസഭയിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ആര്യ നടത്തിയിട്ടുള്ള ഭരണപരമായ വീഴ്ചകളും എല്ലാ അഴിമതികളും തട്ടിപ്പുകളും കോടികളുടെ വെട്ടിപ്പും തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനി എന്ത് നിലപാടായിരിക്കും വി രാജേഷ് എടുക്കാൻ പോകുന്നത്? മുൻ പ്രതിപക്ഷത്തിരുന്ന വി രാജേഷിനും അതുപോലെ തന്നെ സഹ കൗൺസിലറും ശക്തമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഭരണപക്ഷത്തുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അട്ടിമറിച്ച പല വിവരങ്ങളും ഇനി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിയിരിക്കുന്നു. അതിന് ദേശീയ ശ്രദ്ധയിലേക്ക് ആകർഷിക്കാനും വേണ്ടിയുള്ള ആദ്യ പടിയായി തന്നെ ഈ പരാതിയെ BJP നോക്കിക്കാണും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൂടാതെ മേയറായി ചുമതലയേറ്റെടുത്ത അദ്ദേഹത്തിൻ്റെയും വ്യക്തിപരമായ ഒരു താല്പര്യമാണ് ഇതിനു മുൻപുണ്ടായിരുന്ന അഴിമതികളൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരണം. തങ്ങൾ ഇത്രയും കാലം സമരം ചെയ്തതും, അതായത് BJP ഇത്രയും കാലം സമരം ചെയ്തതും പ്രതിഷേധം നടത്തിയതും ഭരണരംഗത്തുണ്ടായിരുന്നവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചതുമൊക്കെ തന്നെ സത്യമാണ് എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരമായി കൂടി BJP ഇതിനെ വിനിയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, മുൻ കോൺഗ്രസ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. തെളിവടക്കമാണ് ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നടന്നിരിക്കുന്ന വീഴ്ചകളെ പറ്റിയും നഗരസഭയിലെ തട്ടിപ്പുകളെ പറ്റിയും ഈ നിയമനങ്ങളെ പറ്റി നമുക്കറിയാം. കൗൺസിലർമാരുടെ പലരുടെ നിയമനങ്ങളൊക്കെ നടത്തിയ കത്തുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. താൽക്കാലിക നിയമനങ്ങളിൽ സ്വജനപക്ഷപാതം നടന്നുവെന്ന പ്രധാനപ്പെട്ട ആരോപണം അടക്കം ഫണ്ട് തട്ടിപ്പ്, കെട്ടിട നികുതി തട്ടിപ്പ്, വെഹിക്കിൾ ഇൻഷുറൻസ് മെയിൻ്റെനൻസ് തട്ടിപ്പ്, അങ്ങനെ നിരവധി വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് ശ്രീകുമാർ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ശ്രീകുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ കൊടുത്തിരിക്കുന്ന പരാതി ആര്യ രാജേന്ദ്രനെതിരായിട്ടുള്ള ഒരു പരാതി എന്നാണ് നിലവിൽ വിവരങ്ങൾ ലഭിച്ചത്. ഇതിനെക്കുറിച്ച് ശ്രീകുമാർ പറയുന്നത് 2020-25 കാലത്ത് മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ ഭരണം നിർവഹിക്കുന്ന സമയത്ത് നടന്ന ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത നിരവധിയായ അഴിമതികളാണ് നടന്നത്. 1-2 അല്ല, നിരവധിയായ അഴിമതികളും. അതിന്റെ ഫലമായി 56 ദിവസം വരെ സമരം ചെയ്ത് കോൺഗ്രസും പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ കക്ഷികളുമൊക്കെ സമരം ചെയ്തിരുന്നു. അതൊരു സംഭവമാണ്. ഈ കത്ത് വിവാദത്തിൽ, അതായത് 271 ആൾക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്കുള്ള ലിസ്റ്റ് തരണമെന്നാവശ്യപ്പെട്ട ഒരു അഴിമതി ക്രമക്കേട്, ആ സംഭവത്തിൽ ആദ്യമായി വിജിലൻസിന് പരാതി കൊടുത്തത് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ആളാണ്. മാത്രമല്ല, ഹൈക്കോടതിയിലും ഇതിനെ ഈ പരാതിയെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ ആര്യ രാജേന്ദ്രന്റെ ഈ അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതിൽ CBI അന്വേഷണമൊന്നും ഉണ്ടായില്ല. സ്വാഭാവികമാണ്, ഉണ്ടായില്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന് അന്ന് കോടതി പറയുകയുമുണ്ടായി. പക്ഷേ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇതുവരെ അതിന്റെ നിജസ്ഥിതി കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അതിലെ ക്രമക്കേട് എന്താണെന്ന് കണ്ടെത്തുന്നതിനോ കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തുന്നതിനോ ഈ ക്രൈംബ്രാഞ്ചിന്റെ സംവിധാനങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാരണം. ഭരണത്തിന്റെ സ്വാധീനത്തിലും പലരുടെയും സ്വാധീനം കൊണ്ടും അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ശ്രീകുമാർ പറയുന്നത്.
100% ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിൽ പുനരന്വേഷണത്തിന് നിലവിലെ ഭരണസമിതി, അതായത് BJP ആണ് നിലവിൽ തലസ്ഥാനം ഭരിക്കുന്നത്, അവർ തയ്യാറാവണം. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന പിൻവാതിൽ നിയമനങ്ങൾ, അതായത് സഹാക്കൾക്ക് മാത്രം നൽകിയ അവസരങ്ങൾ, ഈ അവസരങ്ങൾ അതിനെക്കുറിച്ചൊക്കെ, ഈ പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഈ കൗൺസിലർ അല്ലെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് മുഴുവൻ ആര്യ രാജേന്ദ്രനെതിരെയാണ്. നമുക്കറിയാം, നഗരസഭയുടെ നഗരമാതാവായി ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ അഴിമതികളും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഒക്കെ, ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഫണ്ട് എഴുതിയെടുത്തത് ഉൾപ്പെടെ അവർ കാണിച്ചു കൂട്ടിയ അഴിമതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. STS ഫണ്ടിന്റെ തട്ടിപ്പ്, അത് ഒരു പ്രാവശ്യമല്ല, പല ഘട്ടങ്ങളിലായി പണം തട്ടിയെടുത്തു എന്നാണ് ഈ ശ്രീകുമാർ പറയുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്നാണ് പറയുന്നത്. നിർധനരായ SC വിഭാഗത്തിലെ ഒരു രോഗിക്ക് SC ഫണ്ടിൽ നിന്നും, മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ലഭിച്ച 3 ലക്ഷം രൂപ അവർ ചികിത്സാ സഹായം ലഭിച്ചു. ആ 3 ലക്ഷം രൂപയിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് വെറും 3000 രൂപയാണ്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഇവർ ചെയ്തു വെച്ച ഈ, ഒന്ന് ആലോചിച്ച, ഒരു രോഗിയുടെ പൈസയിൽ നിന്ന് വരെ കൈയിട്ട് വാരി, അത് 3 ലക്ഷം അല്ലെങ്കിൽ 30,000 ആയിരിക്കാം, എന്തായാലും ആ ഒരു രോഗിയുടെ പണത്തിൽ നിന്ന് വരെ ചികിത്സയിൽ നിന്ന് വരെ കൈയിട്ട് വാരി എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ മേയറായി എത്തിയ VV രാജേഷിലെ പാർട്ടിക്കപ്പുറം ജനങ്ങൾക്ക് വലിയ എന്താ പറയുക, അവർക്ക് വലിയ, പുതിയ മേയറായി എത്തിയ VV രാജേഷിനോട്, VV രാജേഷിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അദ്ദേഹം നിറവേറ്റും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം കാലാകാലങ്ങളായി തലസ്ഥാനത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്ന അഴിമതികളൊക്കെ എത്രത്തോളം വലുതാണെന്ന് പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് പലതവണ കണ്ടറിഞ്ഞവരാണ് BJPക്കാർ. അതിനുവേണ്ടി സമരം നടത്തി, പ്രതിഷേധം നടത്തി, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വേണം. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്കൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് VV രാജേഷിന്റെ തുടക്കം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും VV രാജേഷ് എന്ന് പറയുന്ന തലസ്ഥാനത്തിന്റെ നഗരപിതാവ് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, പദ്ധതികൾ, നഗരവികസനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നടപടികൾ, തീരുമാനങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് തോന്നുന്നു. സ്വജനപക്ഷപാതം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ആള് BJPക്കാർക്ക് മാത്രം പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ പാടില്ല. ഈ ആര്യ ഇരുന്നപ്പോൾ ഉണ്ടായ പല കാര്യങ്ങളും ജനങ്ങളെ CPM തലസ്ഥാനത്ത് ജനങ്ങളെ CPMൽ നിന്ന് അകറ്റിയത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരൊറ്റ ആളുടെ കെടുകാര്യസ്ഥതയും ഭരണ പിഴവുകളും ഒക്കെ തന്നെയാണ്. അത് BJPക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ BJP തലസ്ഥാനത്തെ നന്നാക്കാനും തലസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് ആനുകൂല്യങ്ങൾ കെട്ടാനും മാത്രമല്ല അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നടത്താനുമുള്ള സംവിധാനങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഈ പഴയ പോലെ നികുതി രേഖകൾ ഇല്ലാതെ തന്നെ നികുതി അടച്ചെന്ന് പറഞ്ഞാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതെന്ന് പറയുന്നു ആര്യ രാജേന്ദ്രൻ. നഗരസഭയ്ക്ക് എത്ര വാഹനങ്ങളുണ്ടെന്ന് ആർക്കും തന്നെ കൃത്യമായ ഒരു കണക്കില്ല. ആ ഇല്ലാത്ത വാഹനങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് എടുത്ത് എന്ന് കാണിച്ച് അതിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പറയുന്നത്. മെയിൻ്റെനൻസിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പറയുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് BJP ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും, അഴിമതികളിലേക്കൊന്നും കടക്കാതെ തലസ്ഥാനത്തെ നല്ലതാക്കാൻ വേണ്ടി അവർക്ക് കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം BJPയെ തലസ്ഥാനത്തെ ജനങ്ങൾ അവിടെ കൊണ്ടിരുത്തിയത് ഒരുപാട് പ്രതീക്ഷയുണ്ട് അവർക്ക്. ആ പ്രതീക്ഷ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കരുത്. ആ പ്രതീക്ഷ ഉയർത്താൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ അത് മാക്സിമം ഉയർത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.